പറ, പറയടാ മര്യാദക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ അണ്ണക്കിലേക്ക് കയറ്റിത്തരും ഞാൻ. പറയൂ മാഡം. സർ, എന്റെ ഭർത്താവിനെ കാണാനില്ല. കംപ്ലൈന്റ് നൽകണം. ഇരിക്കൂ മാഡം, സാറിനെ വിളിച്ചു. ഓക്കെ സർ. നിന്നോട് സത്യം പറയടാ, മര്യാദക്ക് പറയടാ. വേണ്ട സാറേ, പറയടാ, എനിക്ക് അറിയില്ല സാറേ. പറയടാ. ചോദിക്കുന്ന സാർ, കാര്യം മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. മേഡം പറഞ്ഞോളൂ, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? സർ, ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് എന്റെ കൂടെ ബെഡിൽ കിടക്കുകയായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ അധികം ബെഡ്റൂമിലില്ല, വീട്ടിൽ എവിടെയും ഇല്ല. ഞാൻ വിചാരിച്ചു ഫ്രഷ് ആകാൻ പോയതായിരിക്കുമെന്ന്. സർ, ഞാൻ വീട് മൊത്തം തേടി നോക്കി, പക്ഷെ അദ്ദേഹം എവിടെയും കാണാനില്ല. അദ്ദേഹത്തിന്റെ മൊബൈലിലും കോൾ ചെയ്ത് നോക്കി, മൊബൈൽ വീട്ടിലാണുള്ളത്. ഞാൻ കരുതി ഒരുപക്ഷെ ജാഗിങ് പോയതായിരിക്കുമെന്ന്. ഞാൻ എന്റെ പണി ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു ദിവസമായി അദ്ദേഹം ഇതുവരെ വന്നില്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ ഫോൺ ചെയ്തു, പക്ഷേ അവരാരും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? അദ്ദേഹത്തിന്റെ പേര് വിജയ് വർമ്മ. വിജയ് വർമ്മ. പറയൂ സാർ. മാഡത്തിന്റെ ഇത് കംപ്ലൈന്റ് എഴുതി മേടിക്കും. ശരി സാർ. അങ്ങോട്ട് ചെല്ലും മാഡം, അവിടെ കംപ്ലൈന്റ് എഴുതി കൊടുത്തേക്കും. വേണ്ടത് ചെയ്യാം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനെ കണ്ടുകിട്ടാനുള്ള വഴി ഉണ്ടാക്കാം. ശരി സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് വിജയ്. ദാ വരാം. സർ, എന്തെങ്കിലും വിവരം അറിഞ്ഞോ? മേഡം, വാദപ്പടി നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണോ, അതോ നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കുവോ? ഓ സോറി, ഐ എം സോ സോറി. പ്ലീസ് അകത്തേക്ക് വരൂ സർ, പ്ലീസ്. മഹേഷേ. യെസ് സാർ. പോയി നോക്ക്, വീട് മൊത്തം അരിച്ചു പറക്കി നോക്കണം. Okay, sir. നോക്ക്, എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. ശരി സാർ. സർ, ഇവിടെ എന്താണ് തേടുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ മേഡം, എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഭർത്താവിന്റെ മിസ്സിംഗ് കേസല്ലേ? ഞങ്ങള് പോലീസുകാർ മുഴുവൻ ഈ സിറ്റി മൊത്തം അരിച്ചു പറക്കി, പക്ഷെ നിങ്ങളുടെ ഭർത്താവിന്റെ ഒരു രോമം പോലും കിട്ടിയില്ല. പിന്നെ ഞങ്ങള് നിങ്ങളുടെ മുൻപിലും പുറകിലും നല്ല രീതിയിൽ അന്വേഷിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ ഭർത്താവിന് ഇവിടെയുള്ള ആൾക്കാര് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്ക് പോകുമ്പോ ആരും കണ്ടിട്ടേയില്ല.
അപ്പൊ ഞങ്ങൾക്ക് തോന്നി ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് വീട്ടിന്റെ അകത്ത് തന്നെ മിസ്സിംഗ് ആണെങ്കിലോ. അപ്പൊ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു വീടൊന്നരിച്ചു പറക്കാം. പക്ഷെ സർ, ഇതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ സംശയിക്കുന്നു എന്നാണോ? പോലീസുകാരുടെ ജോലിയല്ലേ ഇങ്ങനെ സംശയിക്കുന്നത്. അത് പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഭർത്താവിനെ കാണാതായ അതേ രാത്രി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ കിടന്ന് കരയുന്നതും ബഹളം വെക്കുന്നതും പുറത്ത് നല്ലവണ്ണം കേട്ടു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പോലീസ് കംപ്ലൈന്റിൽ എഴുതിയിട്ടില്ലായിരുന്നു. സർ, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാ. ആ ഒരു ദിവസം മാത്രമല്ല, എന്റെ ഭർത്താവ് പട്ടിയെ തല്ലുന്നത് പോലെ എന്നെ ദിവസവും തല്ലും. എന്റെ ശരീരത്തിലെ തീ നീ അണയ്ക്കാതെ വേറെ ആര് വന്നണയ്ക്കും? ഞാൻ പുറത്തു പോകട്ടെ, എന്റെ തീ അണയ്ക്കാൻ ഞാൻ ആരുടെ അടുത്തെങ്കിലും പോകട്ടെ. പറയ്, ഈ തീ ആരണയ്ക്കും? എന്താ പറഞ്ഞ നീ? എന്താ പറഞ്ഞ നീ? നിന്റെ ശരീരത്തിന്റെ തീ പടർന്നിരിക്കുകയാണോ? നിന്റെ ശരീരത്തിലുള്ള തീ ഞാൻ ഇപ്പൊ തീർത്തു തരാം. വേണ്ട. വേണ്ട. എന്നെ അടിക്കല്ലേ. പ്ലീസ്. എന്നെ അടിക്കല്ലേ. അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ. ഇനി നീ എന്തെങ്കിലും പറയോ? നിന്റെ ശരീരത്തിലിരിക്കുന്ന തീ ഇനി തിരിച്ചു വരാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? ഭാര്യയെ പോലെ തന്നെ ഇരിക്കണം. വേശ്യയെ മാറാൻ പാടില്ല. ഇല്ലെങ്കിൽ നിന്നെ റോട്ടിൽ കൊണ്ടുവിടും ഞാൻ. അതിനുശേഷം പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവരെ കൊണ്ട് ഈ ആളിക്കത്തുന്നത് കെടുത്തിക്കോ. മനസ്സിലായോ? ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. സർ, ഞങ്ങൾക്കിടയിൽ നടന്ന ഈ കാര്യം ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല സർ. അതുകൊണ്ടാണ് ഇത് ഞാൻ കംപ്ലൈന്റിൽ എഴുതാത്തത്. ദേ നോക്കൂ മാഡം, എന്തെങ്കിലും ഒരു കാര്യം പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയാണെങ്കിൽ അതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി പറഞ്ഞു തരേണ്ടി വരും. അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്നത് തിരിഞ്ഞ് പരാതിക്കാരുടെ മേലെ തന്നെ വരും. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ഇൻസ്പെക്ടർ സർ. എന്റെ ഭർത്താവ് കളഞ്ഞു പോയതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. I am so sorry sir. മാഡം, നിങ്ങളെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ആർക്കായാലും ഒരാഗ്രഹമൊക്കെ തോന്നും. അപ്പൊ പിന്നെ എൻ്റെ കാര്യം പറയണോ? പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കാവോ? ഒരുപക്ഷേ നിങ്ങളുടെ ഭർത്താവ് മിസ്സിംഗ് ആയതിൽ നിങ്ങളുടെ കൈ ഉണ്ടായാലും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുഴപ്പമില്ല. നിന്റെ പേര് വേറെ ഒരു സ്ഥലത്തും വരാതെ ഞാൻ നോക്കോളാം. നിങ്ങൾ എന്താ പറയുന്നത് സർ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ പതുക്കെ മനസ്സിലായിക്കോളൂന്നേ. മേഡം ഇന്ന് രാത്രി നല്ലോണം ഒന്ന് ഒരുങ്ങിയിട്ട് എന്നെ കാത്തിരുന്നോളൂ. സാർ, വീട് മുഴുവൻ നോക്കി, പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാൻ പോണില്ല. കാരണം മേഡത്തിന്റെ കൈ എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പൊക്കോളൂ. ഓക്കെ സാർ. മോളു, ഇപ്പൊ ഞാൻ പോവാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാനിങ്ങ് വരും. എല്ലാ ആണുങ്ങളും ഒന്നുപോലെയാ. അവർക്ക് ആവശ്യം പെണ്ണുങ്ങളുടെ ശരീരമാണ്. എന്തിനാ ഇത്ര ധൃതി? ഞാനെവിടെ പോകാൻ പോകുന്നു?